സുന്ദരീസ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ബേസ് മേക്കപ്പ് കാണിച്ചു തരട്ടെ. ഫസ്റ്റ് തന്നെ സിമ്പിൾ ആയിട്ടുള്ള സ്കിൻ കെയർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആവാനും അതേപോലെ തന്നെ സ്മൂത്ത് ആയിട്ട് ഗ്ലൈഡ് ചെയ്യാനായിട്ട് എന്തായാലും നമുക്ക് പ്രൈമർ വേണം. ജസ്റ്റ് 200 റുപ്പീസിന്റെ പ്രൈമറാണ്, പക്ഷെ അടിപൊളിയാണ്. സ്വിസ് ബ്യൂട്ടിയുടെ പ്രൈമർ. നമ്മൾ യൂഷ്വലി എന്താ ചെയ്യാം, മുഖത്ത് മുഴുവൻ ഫൗണ്ടേഷൻ ഇടും, എന്നിട്ട് അതിന്റെ മീതെ വേണ്ടിടത്തും വേണ്ടാത്തടത്തും ഒക്കെ കൺസീലർ ഇടും. അങ്ങനെ ചെയ്യേണ്ട കേട്ടോ. പകരം മാൾസിന്റെ കുറച്ച് ഫൗണ്ടേഷൻ എടുക്കാം, എന്നിട്ട് നമുക്ക് ലൈറ്റ് ആയിട്ട് ഒന്ന് ഡോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. മെയിൻ ആയിട്ട് കവറേജ് വേണ്ട ഭാഗങ്ങളിൽ മാത്രം. കഴുത്തിലും അതേപോലെ തന്നെ ചെവിയിലും ഇടാൻ മറക്കരുത്. ഇനി നമുക്ക് കുറച്ചും കൂടി കവറേജ് വേണ്ട ഭാഗത്ത് ഈ കൺസീലർ എടുക്കുക. കൺസീലർ എങ്ങനെയാ വെച്ചാൽ കുറച്ചും കൂടി തിക്കായിരിക്കും കേട്ടോ. അതേപോലെ തന്നെ കുറച്ചും കൂടി കവറേജ് ഉണ്ടാവും. അപ്പൊ ഡാർക്ക്നെസ് കൂടുതലുള്ള ഭാഗത്തൊക്കെ അത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ കുറച്ച് സെറ്റിംഗ് സ്പ്രേ ഈ ബ്രഷിലും അതേപോലെ ഫേസിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ഈ കൺസീലർ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉണ്ടോ, പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആയി, അത്യാവശ്യം ഡാർക്ക്നെസ് ഒക്കെ കവർ ആയിട്ടുണ്ട്. ഇനി ഈ താടിയുടെ ഭാഗത്ത് ഇനി ഫുൾ ആയിട്ട് നമുക്കിതിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല ഈവൻ സ്കിൻ ടോൺ ആയി. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടും തന്നെ ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ഒന്നുമില്ല, ഒരു ലെയർ ഓഫ് മേക്കപ്പ് ഉണ്ടെന്നേ തോന്നുന്നില്ല. എന്നിട്ട് നമുക്ക് ലൈറ്റ് ആയിട്ട് ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ലേ, മാൾസിന്റെ ഒക്കെ ലൂസ് പൗഡർ ഉണ്ട്, അല്ലെങ്കിൽ ഹൂഡയുടെ വേണമെങ്കിൽ, അല്ലെ അഫോർഡബിൾ ആണെങ്കിൽ മാൾസ് തന്നെ എടുത്താൽ മതി. അത് വെച്ചിട്ടൊന്ന് ലൈറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് ബ്ലഷും കൂടി ഇടണം കേട്ടോ, അതല്ലെങ്കിൽ ഇങ്ങനെ പ്ലെയിൻ ഫേസ് ആയിട്ട് ഉണ്ടാവും. പിന്നെ എനിക്കൊരു കാര്യം എടുത്തു പറയണം, അത് ഫൗണ്ടേഷൻ ഇടുന്നത് നമുക്ക് വെളുക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, അങ്ങനെയല്ല ഇത് വർക്ക് ആവുന്നത്. നമുക്കൊരു ഈവൻ സ്കിൻ ടോണിന് വേണ്ടിയിട്ടാണ്. അത് നമുക്ക് ഈ അഫോർഡബിൾ പ്രോഡക്ട്സ് വെച്ചിട്ടും നന്നായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഈ സെയിം പ്രോഡക്ട്സ് വെച്ചിട്ട് തന്നെ മേക്കപ്പ് ചെയ്തിട്ടാണ് പല ഇവന്റ്സിനും അതേപോലെ തന്നെ കല്യാണങ്ങൾക്കും ഒക്കെ പോകാറുള്ളത്. ഫുൾ ഡേ ലാസ്റ്റ് ചെയ്യാറുണ്ട്. നമുക്കത് ഒന്നൊരു വഴക്കം വരണം, യൂസ് ചെയ്ത ഒരു പ്രാക്ടീസ് ഉണ്ടല്ലോ, അതും കൂടി ആവുമ്പോൾ നമുക്ക് സെറ്റ് ആയി ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പൊ പ്രോഡക്ട്സ് ഇവിടെ ഒക്കെ ടാഗ് ചെയ്തിട്ടുണ്ട്, എന്തായാലും ചെക്ക് ചെയ്ത് നോക്കൂട്ടോ. ലവ് യു സോ മച്ച്, ബൈ.